നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന് നടക്കും. വാർത്ത വിശദമായി. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ കളക്ഷനുകളുമായി ലന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സെക്കൻഡ് ഷോറൂം ഡിസംബർ 22-ന് കാലത്ത് 10:30 ചങ്ങരംകുളത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ കളക്ഷൻസിന് പുറമെ വൈവിധ്യമാർന്ന നിരവധി ഡിസൈനുകളിലും മോഡലുകളിലുമുള്ള സ്വർണ്ണാഭരണങ്ങളുടെയും സിൽവർ ആഭരണങ്ങളുടെയും വലിയ കളക്ഷൻസ് ലന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൈനിറയെ സമ്മാനങ്ങളും നിരവധി ഓഫറുകളും. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് 5000 മുതൽ 10000 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് ഓഫറുകളും ലന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിട്ടുണ്ട്. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ലാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നന്നമുക്ക് റോഡ്, ചാങ്കരംകുളം. ത്രിവേണി സൂപ്പർ മാർക്കറ്റ്. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വസ്തത. കൺസ്യൂമർ ഫെഡ്, ഒരു കേരള സർക്കാർ സ്ഥാപനം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് കെയർ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ നടന്നു. തിരുനാവായ ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം NP ഷെരീഫാബിക്ക് വരണാധികാരിയായ ജില്ലാ കലക്ടർ VR വിനോദ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശ്രീ അഷ്കർ പെരുമുക്ക്, ചങ്ങരംകുളം ഡിവിഷൻ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അഷ്കർ പെരുമുക്ക് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയും കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ ബ്ലോക്ക് ഹാളിൽ നടന്നു. കോലളമ്പ് ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം അബ്ദുൽ നാസർ പാട്ടറമ്പിലിന് വരണാധികാരി പൊന്നാനി കയർ പ്രൊജക്ട് ഓഫീസർ ദീപു ശിവരാജ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ നാസർ പാട്ടറമ്പ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെ മമതയോ വിദ്വേഷവും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വാസത്തോടും എന്റെ തുടർന്ന് മുതിർന്ന അംഗം മറ്റുള്ള അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. വെളിയങ്കോട് ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം TM സിദ്ദീഖിന് വരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആലങ്കോട് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ പൊന്നാനി VP സിന്ധു മാന്തളം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം മാധവന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മാധവൻ കെ എന്ന ഞാൻ നന്നമുക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി M ബൽഗീസ് മുതിർന്ന അംഗം 17 വാർഡ് മാക്കാലിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പരമേശ്വരന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
തുടർന്ന് മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ടി പരമേശ്വരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വട്ടംകുളം പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി അസീബ് അലി അക്ബർ മുതിർന്ന അംഗം മൂതൂർ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അഹമ്മദ് കുട്ടിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി അഹമ്മദ് കുട്ടി മൂതൂർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം. എടപ്പാൾ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി ഖദീജ ബീബി മുതിർന്ന അംഗം പൊന്നാടിക്കര വാർഡിൽ നിന്ന് വിജയിച്ച KP അച്യുതന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാലടി പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭരണാധികാരി ശ്രീലേഖ പോത്തനൂർ തെക്കുമുറി വാർഡിൽ നിന്ന് വിജയിച്ച വീരാവുണ്ണി എന്ന കുഞ്ഞാപ്പയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തവനൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി പ്രതീഷ് മുതിർന്ന അംഗം കടകശ്ശേരിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട P മോഹൻദാസിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു.